Today we are going to study about scan conversion definition and the scan conversion of a point. Second module ആണിത്. എന്താണ് സ്കാൻ കൺവേർഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്താണോ നമുക്ക് സ്ക്രീനിൽ ഡ്രോ ചെയ്യേണ്ടത് അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കംപ്ലീറ്റ്ലി റിഫ്രഷ് ബഫറിൻ്റെ അകത്താണ് സൂക്ഷിച്ച് വെക്കുക. ഇറ്റ്സ് എ മെമ്മറി. അപ്പോൾ റിഫ്രഷ് ബഫറിൻ്റെ അകത്താണ് പിക്ചർ ഡെഫിനിഷൻ ഉണ്ടാവുക. ആ പിക്ചർ ഡെഫിനിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇലക്ട്രോൺ ബീം നമ്മുടെ പിക്സൽ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ് പിക്സൽസ് ആണ്. റോസ് ആൻഡ് കോളംസ് ആക്കിയിട്ട് പിക്സൽസിൻ്റെ ആയിട്ടുണ്ടാവും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പിക്സലിൽ വന്നിട്ട് ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുമ്പോഴാണ് പിക്സൽ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചർ ഡെഫിനിഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് പിക്സൽ ഗ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനനുസരിച്ച് നമ്മൾ സ്ക്രീനിൽ പിക്ചർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ എന്താണ് എങ്ങനെ അപ്പോൾ ആ സ്കാൻ ചെയ്യാണ് നമ്മളിപ്പോൾ സ്കാൻ കൺവേർഷൻ ചെയ്യാണ് നമ്മൾ മെമ്മറിയിൽ നിന്ന് റിഫ്രഷ് ബഫറിന് ആ ഇൻഫോർമേഷൻ എങ്ങനെയാണ് ഹൗ ടു ഗ്ലോ ദ പിക്സൽസ് ഫ്രം ദ സ്ക്രീനിൽ നിന്ന് അതിന് ഇക്വലൻ്റ് ആയിട്ട് പിക്ചർ ഡെഫിനിഷൻ ഇക്വലൻ്റ് ആയിട്ട് എങ്ങനെയാണ് പിക്സൽ ഗ്ലോ ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്കാൻ കൺവേർഷനിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് it is a process of representing graphics objects, a collection of pixels. അപ്പോൾ ഗ്രാഫിക്സ് ഓബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് പോയിൻ്റ് ഉണ്ടാകാം, പിന്നെ ലൈൻ ഉണ്ടാകാം, സർക്കിൾ ഉണ്ടാകാം, എലിപ്സ് ഉണ്ടാകാം, അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ഓബ്ജക്ട്സിന് ഗ്രാഫിക് ഓബ്ജക്ട്സിന് ഈ ഓബ്ജക്ട്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പിക്ചർ വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓബ്ജക്റ്റിനെ നമുക്ക് സ്ക്രീനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക കളക്ഷൻ ഓഫ് പിക്സൽസ്, ഒരുപാട് പിക്സൽസിൻ്റെ കളക്ഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സിന് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിങ് ഗ്രാഫിക്സ് ഓബ്ജക്ട്സ് എ കളക്ഷൻ ഓഫ് പിക്സൽസ്. ഒരു കളക്ഷൻ ഓഫ് പിക്സൽസ് ആക്കിയിട്ട് ഗ്രാഫിക്സ് ഓബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം ലൈൻ വരയ്ക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടാണ് ലൈൻ വരുന്നത്, അല്ലാതെ വിട്ടുവിട്ടിട്ടല്ല. അതുപോലെ തന്നെ സർക്കിൾ ആയിക്കോട്ടെ, എലിപ്സ് ആയിക്കോട്ടെ, റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഗ്രാഫിക്സ് ഓബ്ജക്ട്സ് അതൊക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അല്ലേ. പോയിന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന. പക്ഷേ എങ്കിൽ പിക്സൽ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു പിക്സൽ കഴിഞ്ഞിട്ട് അടുത്ത പിക്സൽ ചെറിയൊരു എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വരില്ല, തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല നമ്മളെ സ്ക്രീനിലുള്ള പിക്സൽസ്. അത് പിക്സൽസ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്ക്രീറ്റ് ആണ്. നമ്മളെ സ്ക്രീനിലുള്ള പിക്സൽസ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ. അപ്പോൾ പക്ഷേങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡിസ്ക്രീറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല, അത്രക്കും അടുത്തതിനായിട്ടാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഓരോ പിക്സലിനും ക്യാൻ ഹാവ് ഐദർ ഓൺ ഓർ ഓഫ് സ്റ്റേറ്റ്. ഓരോ പിക്സലിനും ഓൺ സ്റ്റേറ്റ് ഉണ്ടാവും, ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവാം. The circuitry of the video display device of the computer is capable of converting binary value 0, 1 into a pixel on and pixel off information. 0 is represented by pixel off. 0 നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ പിക്ചർ ഡെഫിനിഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എല്ലാ ഇൻഫോർമേഷനും ഹാൻഡിൽ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ബൈനറി നമ്പേഴ്സ് അല്ലേ. 0 and 1 ഫോമിലാണ് എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇൻഫോർമേഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 0 and 1. 0 എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് ആണ്, 1 എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മുടെ അതിന് ഇക്വലൻ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലെ പിക്സൽ എന്ന് പറയുമ്പോൾ അത് 0 ആണെങ്കിൽ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും, പിക്സൽ ഗ്ലോ ചെയ്യൂല. 1 ആണെങ്കിൽ ഓൺ സ്റ്റേറ്റ് ആയിരിക്കും, പിക്സൽ ഗ്ലോ ചെയ്യും. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ടറിയും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. 0 ഈസ് റെപ്രസെൻറ്റഡ് ബൈ പിക്സൽ ഓഫ്, 0 ഓഫിലായിരിക്കും. 1 ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് പിക്സൽ ഓൺ. യൂസിങ് ദിസ് എബിലിറ്റി ഗ്രാഫിക്സ് കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് പിക്ചർ ഹാവിങ് ഡിസ്ക്രീറ്റ് ഡോട്ട്സ്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡോട്ട്സ് ആയിട്ടാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ്. എനി മോഡൽ ഓഫ് ഗ്രാഫിക്സ് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് വിത്ത് എ ഡെൻസ് മെട്രിക്സ് ഓഫ് ഡോട്ട്സ് ഓർ പോയിൻറ്റ്സ്. ഒരുപാട് ഡോട്ട്സും പോയിൻറ്റ്സും ഡോട്ട്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് ഒരുപാട് ഒരു മെട്രിക്സിൻ്റെ റോസ് ആൻഡ് കോളംസ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഒരുപാട് പോയിന്റ്സ് അല്ലെങ്കിൽ ഡോട്ട്സ് ആ രീതിയിലാണ് നമ്മൾ ഗ്രാഫിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രീനിൽ. മോസ്റ്റ് ഹ്യൂമൻ ബീങ്സ് തിങ്സ് ഗ്രാഫിക്സ് ഓബ്ജക്ട്സ് ആസ് പോയിന്റ്സ്, ലൈൻസ്, സർക്കിൾസ്, എലിപ്സ്.
ഫോർ ജനറേറ്റിംഗ് ഗ്രാഫിക്കൽ ഒബ്ജക്റ്റ് മെനി അൽഗോരിതംസ് ഹാവ് ബീൻ ഡെവലപ്ഡ്. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഗ്രാഫിക് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന പോയിന്റ്, ഇതൊക്കെ ഗ്രാഫിക് ഒബ്ജക്ട്സ് ആണ്. പോയിന്റ്, ലൈൻസ്, സർക്കിൾസ്, എൻഡ്സ് എന്നൊക്കെ പറയുന്ന ഗ്രാഫിക്കൽ ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ പിക്ചർ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രാഫിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ എനി റിയലിസ്റ്റിക് പിക്ചേഴ്സും ഒക്കെ ഡ്രോ ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് ഒക്കെ സ്ക്രീനിൽ, കമ്പ്യൂട്ടർ സ്ക്രീനിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനി അൽഗോരിതംസ് ഹാവ് ബീൻ ഡെവലപ്ഡ്. ഒരുപാട് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ അൽഗോരിതം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് അൽഗോരിതംസ് ഫോർ സ്കാൻ കൺവേർഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ഫാസ്റ്റർ റേറ്റിൽ വളരെ പെട്ടെന്ന് ഗ്രാഫിക്സ് ഒബ്ജക്ട്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ആ ഉപയോഗിച്ചിട്ട് ഒബ്ജക്ട്സ് ഡ്രോ ചെയ്യുന്ന സമയത്ത്. പിന്നെ മെമ്മറി നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അൽഗോരിതം ഉപയോഗിക്കുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് പല രീതിയിലുള്ള ഗ്രാഫിക്കൽ ഒബ്ജക്ട്സിനെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പോയിന്റ്, ലൈന്, സ്ക്വയർ അങ്ങനെയൊന്നല്ലാതെ വളരെ ഹയർ ലെവലായിട്ടുള്ള എല്ലാ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സിനെയും അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ഓഫ് ഒബ്ജക്ട്സ് വിച്ച് ക്യാൻ ബി സ്കാൻ കൺവേർട്ട്. നമുക്ക് സ്കാൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെ ഒബ്ജക്ട്സ് ആണല്ലോ, കുറച്ച് എക്സാമ്പിളാണ്. പോയിന്റ് സ്കാൻ ഉപയോഗിച്ച് നമുക്ക് ഡ്രോ ചെയ്യാം. ലൈൻ, സെക്ടർ, ആർക്ക്, എലിപ്സ്, റെക്ടാങ്കിൾ, പോളിഗൺ, ക്യാരക്ടേഴ്സ്, ഫിൽഡ് റീജിയൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പോയിന്റ് പഠിക്കണം, ലൈൻ പഠിക്കാനുണ്ട്, പിന്നെ സർക്കിൾ നമുക്ക് ഡ്രോ ചെയ്യുന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തുന്നേ ഉള്ളൂ. ഏതൊക്കെയാണ് ഒബ്ജക്ട്സ് എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, the process of convert ചെയ്യുന്ന പ്രോസസ്സിന്, the process of converting is also called as rasterization എന്ന് പറയും. the process of കൺവേർട്ട് ചെയ്യുന്നത് നമ്മളെ പിക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, സീറോസ് ആൻഡ് വൺസ് ആണ് ഉണ്ടാവുക അല്ലേ. ആ രീതിയിലാണ് നമ്മൾ പിക്ചർ ഇൻഫർമേഷൻ റിഫ്രഷ് ബഫറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫ്രെയിം ബഫറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ആ സീറോസ് ആൻഡ് വൺസിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഓൺ ആൻഡ് ഓഫ് പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ പ്രോസസ്സിന് പറയുന്ന വേറൊരു പേരാണ് റാസ്റ്ററൈസേഷൻ. അപ്പോൾ ദ അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റേഷൻ വേരീസ് ഫ്രം വൺ കമ്പ്യൂട്ടർ സിസ്റ്റം ടു അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ സിസ്റ്റം അസംബ്ലി എന്ന് പറയുന്നത് ഓരോ കമ്പ്യൂട്ടറും ഡിഫറെൻ്റ്ലി ആയിരിക്കും അസംബിൾ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിലുള്ള അതേ സെയിം അൽഗോരിതം തന്നെയാവുന്നില്ല വേറൊരു കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്നത്. ഓരോരോ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിനും ഡിഫറെൻറ്റ് ചെറിയ വേരിയേഷൻസ് വരുന്ന തരത്തിലുള്ള അൽഗോരിതമാണ് ഉപയോഗിക്കുക. എല്ലാ കമ്പ്യൂട്ടറിനും ഒരേപോലത്തെ അൽഗോരിതം അല്ല നമ്മൾ ഉപയോഗിക്കാം ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സം അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ദ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സം ആർ പെർഫോംഡ് യൂസിങ് ഹാർഡ്വെയർ ഓർ ഫേംവെയർ. ചിലതൊക്കെ നമുക്ക് ഹാർഡ്വെയറോ അല്ലെങ്കിൽ ഫേംവെയറോ എന്ന് പറയുന്നാൽ ഹാർഡ്വെയറുമായിട്ട് ഹാർഡ്വെയർ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ്വെയറുമായിട്ട് യോജിച്ചിട്ടുള്ള പല സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചിലത് നമ്മൾ ഈ അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഈ ഗ്രാഫിക്സ് ഓബ്ജക്ട്സിനെ നമ്മൾ സ്ക്രീനിൽ ഡ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അൽഗോരിതംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ യൂസിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഹാർഡ്വെയർ ഓർ ഫയർവെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് അൽഗോരിതംസ്. അല്ലെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അൽഗോരിതംസ് നമ്മൾ ഡ്രോ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കാൻ കൺവേർഷനിൽ പോയിന്റ് ആണ് പഠിക്കുന്നത്. പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു പിക്സലിന് തുല്യം തന്നെയാണ് അല്ലേ. പിക്സൽ ഓർ പെൽ, ദ ടേം പിക്സൽ is a short form of the picture element. Already we know that. Okay, pixel, PEL എന്ന് പറയുന്നത് പിക്ചർ എലമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ പോയിന്റ് ഓർ ഡോട്ട്. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടെയുണ്ട്. ഈ പിക്സലിന് പെല്ലിന് വേറൊരു പേരെന്താണെന്ന് വെച്ചാൽ പോയിന്റ് എന്ന് പറയുന്നത് ഡോട്ട്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പിക്ചർ യൂണിറ്റ് ആക്സെപ്റ്റഡ് ബൈ ഡിസ്പ്ലേ ഡിവൈസസ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പിക്ചർ യൂണിറ്റ്. നമുക്ക് പിക്ചർ വരക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഈ പോയിന്റ്, ഡോട്ട് അല്ലെങ്കിൽ പിക്സൽ എന്നൊക്കെ പറയുന്നത്. എ പിക്ചർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം ഹൺഡ്രഡ്സ് ഓഫ് സച്ച് പിക്സൽസ്. അങ്ങനെയുള്ള ഒരുപാട് പിക്സൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പിക്ചർ ഡ്രോ ചെയ്യുന്നത്. പിക്സൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് യൂസിങ് കമാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അൽഗോരിതത്തിലൊക്കെ കമാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിക്സൽ അല്ലെങ്കിൽ പോയിന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്.
ലൈൻസ്, സർക്കിൾസ്, ആർക്സ്, ക്യാരക്ടേഴ്സ്, കർവ്സ് ആർ ഡ്രോൺ വിത്ത് ക്ലോസ്ലി സ്പേസ്ഡ് പിക്സൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻസ് ഡ്രോ ചെയ്യണമെങ്കിൽ, സർക്കിൾ ഡ്രോ ചെയ്യണമെങ്കിൽ, ആർക്ക്, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, കർവ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? വളരെ അടുത്തടുത്തായിട്ടുള്ള കുറേ പിക്സൽസ് അല്ലേ, ക്ലോസ്ലി സ്പേസ്ഡ് ആക്കിയിട്ടുള്ള പിക്സൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. തൊട്ടടുത്തോ ഒന്നിനോട് തൊട്ട് കൊണ്ടായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്, ഡിസ്ക്രീറ്റ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് സ്പേസ്ഡ് പിക്സൽസ് ആവശ്യമുണ്ട്. ടു ഡിസ്പ്ലേ ദ ഡിജിറ്റ് ഓർ ലെറ്റർ മെട്രിക്സ് ഓഫ് പിക്സൽസ് ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലെറ്റർ ഒക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് മെട്രിക്സ് ഓഫ് പിക്സൽസ് ഈസ് യൂസ്ഡ്. മെട്രിക്സ് ഓഫ് പിക്സൽസിൻ്റെ ആവശ്യകതയുണ്ട്. ദ ക്ലോസർ ദ ഡോട്ട്സ് ഓർ പിക്സൽസ് ആർ, പിക്സൽസ് അല്ലെങ്കിൽ ഡോട്ട്സ് വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ദ ബെറ്റർ വിൽ ബി ദ ക്വാളിറ്റി ഓഫ് പിക്ചർ. പിക്ചറിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും? വളരെ ബെറ്റർ ആയിരിക്കും, വളരെ ഗുഡ് ആയിരിക്കും. ഈ പിക്സൽസ് അല്ലെങ്കിൽ ഡോട്ട്സ് ഒക്കെ അടുത്തടുത്തായിട്ട് വരികയാണെങ്കിൽ. ക്ലോസർ ദ ഡോട്ട്സ് ആർ ക്രിസ്പർ വിൽ ബി ദ പിക്ചർ. ഡോട്ട്സ് അടുത്താകുന്ന സമയത്ത് വളരെ നന്നായിട്ട് നമുക്ക് പിക്ചർ കാണാൻ പറ്റും. പിക്ചർ വിൽ നോട്ട് അപ്പിയർ ജാഗ്ഡ് ആൻഡ് അൺക്ലിയർ ഇഫ് പിക്സൽസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. അടുത്തടുത്തായിട്ട് സ്പേസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പിക്ചർ ഒരുപാട് ജാഗ്ഡ് ആയിട്ടൊന്നും അല്ലെങ്കിൽ അൺക്ലിയർ ആയ പോലെയൊന്നും തോന്നില്ല, അടുത്തടുത്താണ് വരുന്നതെങ്കിൽ. ഓക്കെ, പിക്സൽസ് അടുത്തടുത്ത്. ഇപ്പോൾ ലൈൻ ഡ്രോ ചെയ്യണം അല്ലെങ്കിൽ സർക്കിൾ ഡ്രോ ചെയ്യാൻ നോക്കി. ഇപ്പോൾ ഒരു ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇതിപ്പോൾ ഒരു ജാഗ്ഡ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? എന്നാൽ ഞാൻ വരച്ചെടുത്ത് നമുക്ക് ശരിക്കും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ. ഇതിപ്പോൾ ഞാൻ വരച്ചതും ജാഗ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അടുത്തടുത്തായിട്ടുള്ളതാണ്. ഇവിടുന്ന് ജാഗ്ഡ് ആയി പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇത്രയും അടുത്ത് എന്താണ്? വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വരാനുള്ള റീസൺ എന്താണ്? തൊട്ടടുത്ത് ക്ലോസ്ലി ആയിട്ടുള്ള പിക്സൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരച്ചത് കൊണ്ടാണ്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള പിക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ പിക്ചറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ദ ക്വാളിറ്റി ഓഫ് ദ പിക്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് പിക്സൽസ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിലുള്ള എത്ര പിക്സൽസ് ആണോ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് ദ നമ്പർ ഓഫ് പിക്സൽസ് പെർ യൂണിറ്റ് പ്ലേസ്, യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ ഞാനൊരു പിക്സൽസ് ആർ ഓൾസോ കോൾഡ് ആസ് ദ സ്മോളസ്റ്റ് അഡ്രസ്സബിൾ യൂണിറ്റ് ഓർ എലമെൻറ്റ് ഓഫ് ദ സ്ക്രീൻ. ഒരു സ്ക്രീനിൻ്റെ അഡ്രസ്സബിൾ ആയിട്ടുള്ള, നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് തന്നെയാണ് പിക്സൽ എന്ന് പറയുന്നത്. ഈച്ച് പിക്സൽ ക്യാൻ ബി അസൈൻഡ് an address and shown in figure. ഓരോ പിക്സലും നമ്മൾ ഒരു അഡ്രസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു പിക്സൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്സൽ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് റോസ് ആൻഡ് കോളംസ് ആണ് അല്ലേ? റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പിക്സൽസ് ആണ്. ഇത് സ്ക്വയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന പിക്സലാണ്. അപ്പോൾ ഇവിടെ ഒരു പിക്സലിനെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്? ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, ഫിഫ്ത്ത് റോ. അപ്പോൾ ഫിഫ്ത്ത് റോയിൽ പിന്നെ ഫിഫ്ത്ത് കോളം എന്ന രീതിയിലുള്ള ഒരു പിക്സൽ, അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ്. ഇപ്പോൾ അടുത്തടുത്തായിട്ടുള്ള പിക്സൽ, ഈ ഒരു പിക്സലും ഈ ഒരു പിക്സലും ഈ ഒരു പിക്സലും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ലൈൻ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇവിടെ ഒരു പിക്സലായി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജാഗ്ഡ് ആയിട്ടാണ് ലൈൻസ് ഫോം ചെയ്യുക. അതൊക്കെ ഇത്രയും വലുതാക്കി വരച്ചതാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പറയുമ്പോൾ വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്, സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോട്ട് മാത്രമാണ് നമ്മുടെ പിക്സൽ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് graphics objects can be generated by setting the different intensity of pixels. ആ പിക്സൽസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വേരി ചെയ്യും. ഓക്കെ, നമ്മുടെ ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്നതിനനുസരിച്ചിട്ട് ആ പിക്സൽസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? വേരി ചെയ്യും. ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പിക്സൽസിന് അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈച്ച് പിക്സൽ ഹാസ് സം കോഓർഡിനേറ്റ് വാല്യൂ. ദ കോഓർഡിനേറ്റ് വാല്യൂ is represented using row and column. കോഓർഡിനേറ്റ് വാല്യൂ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ പിക്സലും ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഓർഡിനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് റോ ആൻഡ് കോളം ബേസ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മളിവിടെ
5,5 ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് P of 5,5 used to represent a pixel in the 5th row and the 5th column. അതാണ് കോഓർഡിനേറ്റ് വാല്യൂ. കോഓർഡിനേറ്റ് വാല്യൂൻ്റെ രീതിയിലാണ് നമ്മൾ പിക്സൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈച്ച് പിക്സൽ ഹാസ് സം ഇൻറ്റൻസിറ്റി വാല്യൂ. ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ തീവ്രത. ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്ന അതിൻ്റെ തീവ്രത, അതാണ് ഇൻറ്റൻസിറ്റി വാല്യൂ. അപ്പോൾ ഈച്ച് പിക്സൽ ഹാസ് സം ഇൻറ്റൻസിറ്റി വാല്യൂ which is represented in memory of computer called a frame buffer. അതെന്താ പറയുക? ഫ്രെയിം ബഫർ എന്നാണ് പറയാം. ഫ്രെയിം ബഫറിന് വേറൊരു പേരും കൂടിയുണ്ട്, റിഫ്രഷ് ബഫർ. ദിസ് മെമ്മറി ഇസ് എ സ്റ്റോറേജ് ഏരിയ ഫോർ സ്റ്റോറിംഗ് പിക്സൽസ് വാല്യൂസ് യൂസിങ് വിച്ച് പിക്ചേഴ്സ് ആർ ഡിസ്പ്ലേഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിജിറ്റൽ മെമ്മറി. അപ്പോൾ ഈ ഫ്രെയിം ബഫറിന് അല്ലെങ്കിൽ റിഫ്രഷ് ബഫറിന് വേറൊരു പേരും കൂടിയുണ്ട്, ഡിജിറ്റൽ മെമ്മറി എന്ന് പറയും. ഇൻസൈഡ് ദ ബഫറിൻ്റെ ഉള്ളിൽ ഇമേജ് ഈസ് സ്റ്റോർഡ് ആസ് എ പാറ്റേൺ ഓഫ് ബൈനറി ഡിജിറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ബഫറിൻ്റെ ഉള്ളിൽ നമ്മുടെ പിക്ചറിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഐദർ 0 or 1, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ദർ ഈസ് എൻ അറേ ഓഫ് 0 or 1 യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ പിക്ചർ. അപ്പോൾ പിക്ചർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറേ ഓഫ് 0 or 1 യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ബ്ലാക്ക് പിക്സൽസ് ആർ റെപ്രസെൻറ്റഡ് യൂസിങ് വൺസ് ആൻഡ് വൈറ്റ് പിക്സൽസ് ആർ റെപ്രസെൻറ്റഡ് യൂസിങ് സീറോസ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ആണെങ്കിൽ ബ്ലാക്ക് വൈറ്റ് മാത്രമേ അവിടെ എന്ത് ചെയ്യും? റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ബ്ലാക്ക് പിക്സൽസ് ആർ റെപ്രസെൻറ്റഡ് യൂസിങ് വൺസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പിന്നെ സീറോസിനെ സീറോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് ഓഫ് സിസ്റ്റംസ് ഹാവിങ് 1 bit per പിക്സൽ. കാരണം വെച്ചാൽ ഒരു ബിറ്റ് മാത്രമാണ് ഒരു പിക്സലിന് ഉപയോഗിക്കുന്നെങ്കിൽ. കാരണം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിം ബഫർ പഠിച്ചിട്ടുണ്ട് അല്ലേ. 3 bit ഫ്രെയിം ബഫർ പഠിച്ചിട്ടുണ്ട്, N bit പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ ഒരു പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ബഫറിന് നമ്മൾ പറയുക ബിറ്റ് മാപ്പ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ബിറ്റ് മാപ്പ് എന്നാണ് പറയുക. ഇൻ സിസ്റ്റംസ് വിത്ത് മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽസ്, ഒരു പിക്സൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ബിറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിന് പറയുക പിക്സ് മാപ്പ് എന്നാണ് പറയുക. ഓക്കെ, താങ്ക് യു.